ഇത് ഇത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. അല്ല, എന്നാലും ഇങ്ങനൊരു റിസ്ക് ആയിട്ടുള്ള കാര്യത്തിന് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുമ്പോ അമ്മാവ ഞാനില്ലേ അമ്മാവന്റെ കൂടെ. അതാടാ എന്റെ പേടി. അതെ, നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്താലേ ഇത് കാര്യം നേടാൻ പറ്റൂ. 1-2 രൂപയല്ലേ, 2 കോടി രൂപയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാണ് അമ്മാവ. അല്ല, വന്നു കഴിഞ്ഞാലല്ലേ അകത്ത് പോണ കേസാണേ. കനകനും കൂടി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം. കനകനും കൂടി വരുമ്പോൾ ഇത് പിന്നെ ഷെയർ 3 ആവൂലേ അമ്മാവ? എടാ, കനകൻ പുറത്തുള്ള ആളൊന്നുമല്ലല്ലോ, അവനും കൂടി നേരെ ആയിക്കോട്ടെ. അവനാ ചിന്തയൊന്നും ഇല്ലല്ലോ. കനകനും കൂടി ചേരാൻ പറ്റുമെങ്കിൽ ഒരു ധൈര്യം നമുക്ക്. പിന്നെ എന്നാ പിന്നെ ഇനി അമ്മാവിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ കനകനും കൂടെ കൂടിക്കോട്ടെ. നീ കൊണ്ടുവന്ന ബിസിനസ്സാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കനക ഇതിൽ പങ്കെടുക്കില്ല. അവൻ വേണമെങ്കിൽ വേണ്ടമ്മാ. അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനിയിപ്പോൾ അവനെ ഈ വഴിക്ക് കൊണ്ടുവരാനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ഫാസിലിനും കൂടി ഉൾപ്പെടുത്തിയാലോ? അമ്മാവ് ഇതെന്തോന്ന് ഈ ചെറിയൊരു തുക ഇനി 4 ആയിട്ട് പിച്ച് ചീന്താനാണോ പറയണത്? എടാ, ഇത് റിസ്ക്കായ പരിപാടിയാ. ഒരു കൂട്ടായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ വക പരിപാടി നടക്കില്ല. അതിനിപ്പം ഞാനിപ്പോൾ വിചാരിച്ചു 1 കോടി എനിക്ക് 1 കോടി അമ്മാവനും എടുക്കാം. എടാ, ഫാസിലിന് കാശ് കിട്ടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ കനകൻ ഇതിൽ ചേരണമെങ്കിൽ ഫാസിലിനെ ആദ്യം ചേർക്കണം. ഫാസിൽ പറഞ്ഞാൽ കനകൻ കേൾക്കും. പിന്നെ ഇപ്പം ഫാസിലും കൂടെ വേണമെന്ന് നിർബന്ധമാണോ? ഫാസിൽ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കനകം വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പം ഫാസിൽ പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ അമ്മാവൻ പറയല്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഫാസിലിനെയും കനകനെയും കൂടി ഉൾപ്പെടുത്തി 4 പേരും കൂടി ആകുമ്പോൾ നമുക്കൊരു ധൈര്യവും പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എളുപ്പമാർഗവും. ആ ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഫാസിലിനെ കാണാം. എന്നാ ഫാസിലിനെ കാണാം. കുടിക്ക്, ഒരെണ്ണം മതി. ഇനി വേണോ? പിടി 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 പിടി. എൻ്റെ അമ്മ, ഈ ചായ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട്. പിന്നെ ഒരു ചായ ഉണ്ടാക്കാൻ പെട്ടാ പാട്. എടാ, നീ ഇങ്ങോട്ട് ഓടി കയറി വന്ന് ജമന്തി ചായ, അമ്മേ ചായ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്കൊരു പാടും ഇല്ലല്ലോ. ഓടി കയറി വന്ന് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഓരോന്ന് ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ വില നിനക്ക് അറിഞ്ഞൂടാ. ഓ, വിലയൊക്കെ അറിയാം അമ്മ. വില അറിയാം. ഇതെന്തോ നാടാ ചായ? ചായ ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? എന്റെ കാലിന്റെ മുട്ടുകൊണ്ട് വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചായ ഇട്ടേനെ. ഓ എന്റെ ദൈവമേ, എന്താ കുഴപ്പം? കുഴപ്പോ? നീ ഒന്ന് കുടിച്ചു നോക്കിയേ. പാല് കരിഞ്ഞു പോയതാ. ആ, പാല് കരിഞ്ഞതുവാ. എന്നെ കൊണ്ട് ഒട്ടും വയ്യാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ ഇട്ടേനെ. തക്ക സമയത്ത് തന്നെ ജമന്തിയും പരീക്ഷയ്ക്ക് പോയി. അവളെ പരീക്ഷയ്ക്ക് വിടണ്ടായിരുന്നു. അയ്യോ, പരീക്ഷയ്ക്ക് പോവാതെ എങ്ങനെയാടാ? നടക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യേ, തങ്കത്തിനോട് എനിക്കൊരു ചായ ഉണ്ടാക്കി തരാൻ പറ. ഓ, വേറെ പണിയില്ല. ഇനിയിപ്പോൾ ചായക്ക് തങ്കത്തിനടുത്തേക്ക് പോവാണ്. മിണ്ടാണ്ടിരുന്നേ. തൽക്കാലം അത് കുടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് കുടിക്കാൻ. എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല. ഞാൻ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ, അല്ലാതെ പറ്റത്തില്ല. അയ്യോ. ആ, എന്നാ അമ്മ ഒരു ചായ എനിക്ക് ഉണ്ടായിക്കോ. എടാ, ഞാൻ ചായ ഉണ്ടാക്കുമ്പോ നിനക്ക് തരാതിരിക്കോ? നിന്നെ ഞാൻ പെറ്റുപോയില്ലേ? എടാ, അയ്യോ. എന്താ മൂന്നാളും കൂടെ എങ്ങനെ? ഒന്നുമില്ല. ചേച്ചി എവിടെ? അമ്മ അകത്തുണ്ട്. അമ്മ വിളിക്കല്ലേ. എന്തേ? ജമന്തിയോ? ജമന്തി പരീക്ഷയ്ക്ക് പോയി. നന്നായി. നീണ്ട് വന്നൊരു കാര്യം പറയാൻ. ആ, ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വക്കാലത്തിന് എന്നെ വിളിക്കണ്ട മാമ, ഞാൻ വരില്ല. പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സ്ഥലത്തെ ഗുണ്ടായിരുന്നല്ലോ. വേറെ കാര്യമൊന്നുമല്ല, വേറൊരു ഗൗരവമുള്ള കാര്യം സംസാരിക്കാൻ. നീ വാ. എന്ത് കാര്യം? വാ പറയട്ടെ. കൊല്ലാനൊന്നുമല്ലടാ. വാ. അതെ കനക, ഫാസില് പറ. ഇല്ല, അമ്മാവൻ എന്റെ മാതിരൊക്കെ അങ്ങോട്ട് പറയുന്നു. എടാ, നീ പറഞ്ഞോ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടാൾ കൂടെ നീ പറ എന്ന് പറയാൻ ഇതെന്ത് മരണം അറിയിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. അങ്ങോട്ട് ഒരു നല്ല കാര്യം പറയാൻ വന്നാലും നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയാന്ന്. ഞങ്ങൾ ലക്ഷങ്ങളുടെ ഒരു ബിസിനസ്സായിട്ട് വന്നതാടാ. അതെ കനക, അമ്മാവനും ക്ലീറ്റസും കൂടി വന്നതേ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഡീല്? അതെ, ഈ നമ്മളൊരു 50,000 രൂപ വെച്ചിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ 2 ദിവസത്തെ തിരിമറി നടത്തിയ 19 ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടും. അതെ, ഈ ക്ലീറ്റസ് ആയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. അതെ,
അമ്മാവ ഞാൻ ആദ്യമേ പറഞ്ഞു യവനുമായിട്ട് ഈ കാര്യം ശരിയാവില്ല. പാലായിൽ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ ആവശ്യത്തിന് കാശിറക്കാൻ ആളുണ്ട് കേട്ടോ. ഉണ്ടായി നിൽക്കുക ഞാൻ പറയാം. ഞാനാണ് അവനെ നിർബന്ധിച്ചിങ്ങോട്ട് കൊടുന്നത്. എടാ നമ്മൾ ആളുമ്പിൽ ഒരു 50,000 ഉറുപ്പ്യ എടുത്തോന്ന് വെച്ചോ, ഒരു 2 ദിവസം കഴിഞ്ഞാൽ ആളുമ്പിൽ 50 ലക്ഷം വെച്ച് കിട്ടില്ലേ? അന്നേ അതെങ്ങനെ പറയാ. അതെ ഈ നക്ഷത്രാമെന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് നക്ഷത്രാമ അതെ, മേളിൽ നിൽക്കുന്ന നക്ഷത്രം പോലെ നേരെ കണ്ടിട്ടില്ലാത്ത എവിടെടുത്താന്ന് പറഞ്ഞിട്ട് കാര്യം. കാരണം ഇപ്പൊ ഈ നക്ഷത്രാമ, ഇരുതല മൂരി ഇതിനൊക്കെ നല്ല ഡിമാൻഡാണേ. അതെ. അപ്പൊ ഇവന്റെ സുഹൃത്തുണ്ട് നമ്മുടെ ഇവൻ എന്താണ് അവന്റെ പേര്? അൻസാർ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യണം. അവന്റെ കെയർ ഓഫിൽ ഒരു നക്ഷത്രാമയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പത്രം വായിക്കണില്ലേ? അല്ലേ? ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് പത്രത്തിൽ വരുന്നത്. അത് ഇടയ്ക്ക് വായിച്ചു നോക്കിയാൽ മതി, ഇതിലും പോയി കുടുങ്ങൂല. എടാ കനക, ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് പോലീസ് പിടിക്കുമ്പോഴല്ലേ. ഇത് രഹസ്യമായിട്ട് കൊണ്ട് വിറ്റിട്ട് കാശുണ്ടാക്കണ എത്ര പേരുണ്ടെന്നാ നീ വിചാരം? എൻ്റെ അളിയാ, ഇത് വെളിയിലെ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല, കുടുംബത്തിനകത്ത് കുടുംബം നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീയൊന്നും മിണ്ടാതിരിക്കണ്ടോ? അതെ, ഉത്തരേന്ത്യയിലൊക്കെ ഓരോ സേട്ടുമാർ കാശുണ്ടാക്കണം എങ്ങനെയാ? അവരുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇരിക്കല്ലേ, വെള്ളിമൂങ്ങ, ഇരുതല മൂരി, പിന്നെ അതേമാതിരി നക്ഷത്രാമ. നമ്മുടെ സുരേന്ദ്രനല്ലേ, സുരേന്ദ്രൻ ഇതുപോലെ ഒരു ബിസിനസ്സിൽ ഇടപെട്ടിട്ട് അവന് 1-2 കോടി രൂപ കിട്ടി. തോമസ് വെള്ളിമൂങ്ങ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭു ഇല്ലേ? അത് ശരി. നിങ്ങളുടെ അമ്മാവിന്റെ അടുത്തുള്ള തോമസ്? അതെ, തോമസ് ഏട്ടന് കൊടുത്തായിരുന്നറിയാം. നമ്മളെ ഈ അൻസാറാ കൊടുത്തേക്കണത്. ഞാൻ ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെടില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശരിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചെന്നേ. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു 50,000 ഉറുപ്പ്യ കൊടുത്തിട്ട് അയാൾക്കാണ് കൊടുക്കുക. ഈ 2 ലക്ഷം ഉറുപ്പ്യ നമ്മൾ അൻസാറിന് കൊടുത്താൽ അയാൾ നമുക്ക് നക്ഷത്രാമേ തരും. പിന്നെ ഒരു റിസ്ക് ഉണ്ട്. ആരും അറിയാണ്ട് നമ്മൾ 2 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ അവര് പറഞ്ഞ സ്ഥലത്തേക്ക്, എവിടെയാണ് സ്ഥലം? അത് ഒരു ചെറിയ റിസ്ക് അതാണ്. നമ്മളിത് ഗോവയിൽ എത്തിച്ചു കൊടുക്കണം. ഗോവയിൽ അതിന്റെ ആളൊക്കെ ഉണ്ട്. അവര് നമ്മളെ വന്ന് മീറ്റ് ചെയ്തോളും, ഈ സാധനം മേടിച്ചോളും, നമുക്ക് പൈസ ഇങ്ങ് തന്നോളും. ഒറ്റ തിരുമറി കൊണ്ട് ചെയ്താൽ കിട്ടാൻ പോണത് 3 കോടിയാണ്. അതിൽ 1 കോടി നമ്മള് അല്ലെ അൻസാറിന് കൊടുക്കണം. അൻസാറിന് 1 കോടി കൊടുക്കണം. 1 കോടി കൊടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ, അവന്റെ അല്ലേ ആമാ. നമുക്ക് 2 കോടി കിട്ടും. അത് 50,000 വെച്ച് വീതിച്ചെടുത്തൂടെ? ശരി, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ അമ്മാവ 50,000 രൂപ ഞാൻ എടുത്തു, ഇവനും 50,000 രൂപ എടുത്തു, ഞാൻ 50,000 രൂപ ഇടാം. ഇവൻ എവിടുന്ന് കൊണ്ടുവരും പൈസ? അവനോട് പൈസ അമ്മാവനോ അളിയനോ ആരെങ്കിലും ഇടുമ്പോ ലാഭം കിട്ടണത് 50,000 കുറച്ചിട്ട് തന്നാ മതി. അത് വേണ്ട. അമ്മാമനും മരുവനൊക്കെ വീട്ടില് കറക്റ്റായിട്ട് കാശ് തന്നവരെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലേ? ഞാനും പറയണത് വഴിയുണ്ട്. ഇവനെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് നമുക്ക് ആ സുരേഷിനെ ചേർക്കാം. എന്തിന് സുരേഷ്? 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ എടുക്കാലോ? വേണ്ടെന്ന് അമ്മാവൻ എത്ര റിസ്ക് എടുക്കേണ്ടത്? ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു ബിസിനസ് കൊണ്ടുവന്ന ഒരുത്തനെ തന്നെ ആദ്യമേ ചവിട്ടി താത്തോണം. നീ സർക്കാർ ജോലി ഉപേക്ഷിച്ചിട്ട് വല്ല ബിസിനസ്സിൽ തുടങ്ങണം. നീ അതിലാഭം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈ 50 വെച്ച് 50 നിനക്കിടാൻ പറ്റൂ? ഇല്ലല്ലോ. 50 ഞാൻ ഇടും. പിന്നെ ഇവിടെ കുടുംബം ബന്ധമൊന്നുമില്ല. 50 ഇട്ടാൽ നീ ഇതിലൊരു പാർട്ണർ, ഇല്ലെങ്കിൽ നീ ഔട്ട്. എന്തായാലും ആവശ്യം എന്നെ കൂടെ ആയിപ്പോയല്ലോ. 50 ഞാൻ ഇടും. നീ ഇടും? ഞാൻ ഇടും എന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ? ഇടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഉറപ്പ് കിട്ടണം. ഇപ്പൊ ഉറപ്പിക്കാം. എവിടുന്ന് ഉറപ്പിക്കാൻ പോണ? അവനൊരു ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ. ജീവിക്കാൻ പറ്റും കൊണ്ടുവരട്ടെ. അവനെ കാശുണ്ടാവും എൻ്റെ അടുത്തൊക്കെ. കാശുണ്ടാവും. മേശയൊക്കെ ഒന്ന് മാറണല്ലേ? ഇതൊക്കെ അങ്ങ് പോവും. ഇതൊക്കെ എല്ലാം മാറാൻ പറ്റും. അവിടെ എന്തായിരുന്നു പരിപാടി? എവിടെ അറിഞ്ഞില്ല? അമ്മാവനും ഫാസിലും നിങ്ങളും കനകനൊക്കെ കൂടി എന്തായിരുന്നു ചർച്ച? അതൊന്നും ഇല്ലെന്നേ. പറ. അത് പിന്നെ ഒന്നുമില്ല തങ്ക. അത് എന്താന്ന് പറഞ്ഞതിന് എന്താ കുഴപ്പം? അതെ, മാറി നിന്ന് പോയി സംസാരിക്കണ എന്തിനാ? ഒന്നുമില്ല. അതൊക്കെ പറയുന്നുണ്ടോ നിങ്ങൾ? നക്ഷത്ര ഫലം ജാതകം നോക്കി. ജാതകം ആരുടെ? അല്ല, എന്റെ ജാതകമേ. നിങ്ങൾക്ക് ജാതകോ? അല്ല, ജാതകം ഇല്ല, പക്ഷെ നക്ഷത്രം ഉണ്ടല്ലോ. നിങ്ങൾ എന്താ പറയണേ? അതായത് എന്റെ നക്ഷത്ര ഫലം ഈ ആഴ്ചത്തത് ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് ശുക്രനാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഇതാ പറയണത് കേട്ടോ, നമ്മൾ വേണ്ടാതെ പറഞ്ഞു പോയാൽ ഈ ശുക്രൻ നമ്മളെ തേടി വരും എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ.
ക്ലീറ്റോ എന്താ കിടന്നീ തപ്പിത്തടഞ്ഞീ പറയണത്? കാര്യം പറ ക്ലീറ്റോ. ഇപ്പൊ ശുക്രനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ ആങ്ങളെ. എന്റെ ആങ്ങള ശുക്രനോ? എന്റെ ആങ്ങള കനകൻ. അങ്ങനാണ്, പക്ഷെ ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് അവനാ. ഞാൻ ഒന്നുമില്ല, ഒരു ചെറിയൊരു ബിസിനസ് ഞങ്ങൾ എല്ലാരും കൂടെ തുടങ്ങാൻ പോകും. ആഹാ, അതായിരുന്നോ? ആ, വേണ്ട. പക്ഷെ അതിന് ഞാൻ വേണമെന്ന് നിന്റെ ആങ്ങളൊക്കെ ഒരു നിർബന്ധം. ആങ്ങളേക്ക് നിർബന്ധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മളിത് ചെയ്യണില്ലല്ലോ. സത്യത്തിൽ എനിക്കും ഇത് താല്പര്യമില്ല. പിന്നെ നിന്റെ ആങ്ങളെ ഒരേ നിർബന്ധം, പിന്നെ അമ്മാവന് നിർബന്ധം ഞാൻ വേണമെന്ന്, പിന്നെ ഫാസിലും പറയുന്നു ഞാൻ വേണമെന്ന്. അതുകൊണ്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയണം ഞാനില്ലാന്ന്. അപ്പൊ തീർന്നല്ല പ്രശ്നം. എന്തായാലും അവരുടെയൊക്കെ മൂത്തൂക്കി എങ്ങനെ ഞാനത് പറയാം? ഒന്നുമില്ലെങ്കിൽ എന്റെ അടിയനായി പോയില്ലേ അവൻ. എന്താ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാനേ. ഇല്ല, ഒരു ചെറിയ ഒരു വസ്തു കച്ചവടം. അപ്പൊ അതിനകത്ത് നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്താൽ മതി, ഭയങ്കര നേട്ടമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 4 ചക്രമുള്ള വണ്ടി നേരത്തെ കൂടി പോണ്ടല്ലോ, അത് കച്ചവടം ചെയ്യലാണല്ലോ കുറെ നാളായിട്ട് നിങ്ങളുടെ പണി. ഒരു വണ്ടി കച്ചവടം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ഏക്കർ കണക്കിന് സ്ഥലം. ഇത് അതുപോലെ അല്ല, വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ ലാഭം കിട്ടും. ഇത് അതല്ല, ഇതൊരു നല്ല കോളം. നമ്മുടെ ഇവനുണ്ടല്ലോ ഫാസിൽ, അവന്റെ ഒരു അളിയന്റെ ഒരു 10 സെന്റ് സ്ഥലം, അത് ലോണും കണ്ട് ഇരിപ്പുണ്ട്. അപ്പം അത്യാവശ്യം നമ്മളൊരു 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം നമുക്ക് കാലാവധി കിട്ടും. ആ 6 മാസത്തിനുള്ളിൽ നമ്മളിത് മറിച്ചടിക്കുന്നു. സെന്റിന് എങ്ങനെ പോയാലും ഒരു 25 ലക്ഷം രൂപ വെക്കും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ളതാണ് സത്യം. 2 കോടി രൂപ വരും. നമുക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എടുക്കാം. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? അത് നമ്മളും ഈ ബിസിനസ് ആകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമല്ലോ ആദ്യം. മനസ്സിലായില്ല. ഈ മുടക്ക് മുതൽ എങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാ ബിസിനസ്സിനും ഇല്ലേ തങ്കം? അപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 4 ആള് ചേർന്ന് 2 ലക്ഷം രൂപ കൊടുക്കും. അതെല്ലേ? തീരുമാനിച്ചായിരുന്നോ? തങ്കത്തിനോട് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നാ ചെന്ന് പറഞ്ഞേക്ക്, നമ്മളില്ല. ഇല്ല, നമ്മളില്ല. തങ്കം വന്ന് കയറുന്ന നിങ്ങൾക്ക് മഹാലക്ഷ്മി. വല്ല വട്ടുണ്ടോ ക്ലീറ്റോ? അത് എനിക്കിപ്പോ നിർബന്ധമല്ല, നിന്റെ ആങ്ങളെ ഒരേ നിർബന്ധം ഞാൻ വേണമെന്ന്. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ഈ വസ്തു മറിച്ച് വിൽക്കാൻ ഞാൻ മിടുക്കനാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതിൽ കൂട്ടിക്കണേ. എന്ത്? ഒന്നുമില്ല. അല്ല, ഇത് അഡ്വാൻസ് ആയി കഴിഞ്ഞിട്ട് ഡീല് നടന്നു കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ ഞാനിത് മറിച്ചടിക്കും. അതിൽ വേറെ കമ്മീഷൻ നമുക്ക് വേണേ എടുക്കാം, അവരറിയാതെ. പാവല്ലേ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കണുണ്ടോ? പൈസ എവിടെ? ഈ 50,000 രൂപ എവിടെ? 50,000 രൂപ നീ എന്നാണ് പറഞ്ഞല്ലോ, നമ്മളിവിടെ എന്തോ ഓട് മാറണമെന്നാ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പൈസ കരുതിയിട്ടുണ്ട്. അതോർത്തന്റെ എന്റെ മോൻ എന്റെ മതി. മഴ പെയ്യുമ്പോ ഒരു തുള്ളി വെള്ളം പുറത്തു പോണില്ല, എല്ലാം കൂടി ഇങ്ങോട്ട് വീഴും. അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. അതെ തങ്കം, അല്ല എന്താ ഞാൻ പറയണതൊന്ന് കേക്ക്. ഞാൻ പറയണ കേക്കണില്ല. നമുക്ക് ഈ വീടങ്ങ് മാറാലോ, ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറില്ലേ? ഇതൊക്കെ നടക്കുവോ ക്ലീറ്റോ? ഇനിയിപ്പോ എന്നെ അല്ലേ നിനക്ക് വിശ്വാസം ഇല്ലാതുള്ളൂ, നിന്റെ ആങ്ങളെ വിശ്വാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇന്നടത്ത് നിൽക്കുവോ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കാതെ എനിക്ക് വിശ്വാസം പറഞ്ഞത്. അമ്മാവൻ വെറുതെ നിൽക്കുവോ? ഇല്ലല്ലോ. എനിക്ക് ആരെ വിശ്വാസം? ആകെ ഇച്ചിരി വിശ്വാസമുള്ളത് കനകനെയാ. നീ വേറെ ആരെയും വിശ്വസിക്കണ്ട, നിന്റെ ആങ്ങളെ വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ആ പൈസ ഇടുമെങ്കിൽ ഇടും, പിന്നെ അവര് 3 പേരും കൂടെ ചേർന്ന് അത് ചെയ്യും. 3 മാസം കഴിയുമ്പോഴത്തേനും പൈസ എനിക്ക് തിരിച്ചു തന്നേക്കണം. അല്ല, നമ്മൾ 6 മാസമാണ് എഗ്രിമെന്റ്. ഞാൻ 3 മാസത്തിനുള്ളിൽ തന്നെ അത് ഞാൻ മറിച്ചടിക്കും. അത് എന്തായാലും 6 മാസം, അതിനപ്പുറം പോകില്ലല്ലോ. കാരണം കാലാവധി കഴിയുമ്പോൾ നമ്മളിത് കൊടുക്കണോ? ഞാൻ പക്ഷെ കനകനോട് ചോദിച്ച് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ടേ പൈസ തരുള്ളൂ. എന്റെ പൊന്നെ തങ്കം, നീ അത് മതി. എന്നെ കാശ് എന്റെ തണ്ട, നീ കനകന്റെ കൊടുത്താൽ മതി. വാക്കുറപ്പിക്കല്ലോ അല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല മാവാ, നമ്മളിപ്പോ ഈ 2 ലക്ഷം രൂപയ്ക്ക് ആമയെ വാങ്ങിച്ചു, എന്നിട്ട് നമ്മളിത് ഗോവയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവര് നമുക്ക് 3 കോടി തരും. നമുക്ക് 3 കോടി രൂപ അവര് തരണമെങ്കിൽ അവർക്ക് ഈ ആമ എന്തിനാണ്? ഒരു തലതിരിഞ്ഞ സംശയം. എടാ, ഇത് സാധാരണ ആമയല്ല, നക്ഷത്രാമയാണ്. ഭഗവാന്റെ അവതാരം, കൂർമാവതാരം. ഇത് കുടുംബത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും പിന്നെ ദിവസേന കോടികളുടെ വരുമാനമാണ്. എന്നാ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാ പോരെ? ഈ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അതെ. ഈ ആമ വീട്ടിലുണ്ടോണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം ഇരട്ടിക്കാനൊന്നും പോണില്ല. ഇത് ബിസിനസ്സുകാരുടെ വീട്ടിൽ വെക്കണം. അതുമല്ല കനക, ഇത് നമുക്ക് പാവപ്പെട്ടവർക്ക് വളർത്താൻ പറ്റുമോ? ഇത് ഭഗവാന്റെ കൂർമാവതാരമാണേ. ഇതെന്തെന്നാ കഴിക്കണത്? വെണ്ണ, നെയ്യ്, മാതള നാരങ്ങ, ഇതൊക്കെ എങ്ങനെ മേടിച്ചു കൊടുക്കാനാ ദിവസവും? അതെ, ഭാരിച്ച കാര്യം ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനുള്ള വഴി ഇത് കിട്ടുക, വേഗം കൊടുക്കുക, കാശ് മേടിച്ചാൽ പിടുത്തം വിടുക. അമ്മാവാ, ഇതിന്റെ നമുക്കിപ്പോ 50 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുമല്ലോ. ബിസിനസ് നടന്നാൽ കിട്ടും. അപ്പൊ ഇതിന്റെ എണ്ണേനെ കിട്ടും, ഒരാണും പെണ്ണും. എന്തിനാ? അങ്ങനെ നമുക്ക് വളർത്തിയിട്ട് പെറിയിച്ച് വിറ്റൂടെ ആഴ്ചയിലാഴ്ചയില്. ആദ്യം 1 കഴിയട്ടെ, പിന്നല്ലേ 2. എടാ പോത്തെ, ഇത് വീട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുമോ?
ഫോറസ്റ്റ് അറിഞ്ഞാൽ പിടിച്ചോണ്ട് പോവും. കയ്യെ കിട്ടി അപ്പം തന്നെ ഒഴിവാക്കണം. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. അല്ല കയ്യിൽ നനയാണ്ട് മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ, റിസ്ക് ഉണ്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, കാരണം ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെട്ട പലരും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഗോവയിൽ പോണത് അമ്മാവനും ക്ലീറ്റസും കൂടി പോയിക്കൊള്ളണം, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. റിസ്ക് ഉള്ള പരിപാടിയാണ്, ഒരുമിച്ചാണ് ഷെയറിങ്, എല്ലാവരും കൂടി പോകണം. എല്ലാവരും കൂടി പോവാം. അല്ലാണ്ട് എന്നെ ഒറ്റയ്ക്കൊന്നും ഈ വയസ്സുകാലത്ത് കൊണ്ട് അത് വേണ്ട. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, 50 രൂപ നമ്മളെല്ലാരും കൂടെ 50 ഇടും. ഞാൻ ഒന്നര ഇടും. ഇവൻ എന്തിടും? ഇവനിടൂല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇടില്ലേ. അങ്ങനെ അമ്മാവന് ഇടണ്ടാന്നേ, ഞാൻ ഇട്ടോളാം. അങ്ങനെ നീ നമുക്ക് 3 പേർക്കും കൂടി അങ്ങ് ഇടാം. അത് മതി. എന്തായി വല്ല തൊത്താ? അത് കുഴപ്പമില്ലടാ, നീയാണല്ലോ അത് കാണിച്ചു തന്നെ. നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ ഞങ്ങൾ തരാം കേട്ടോ. ക്ലീറ്റസിന്റെ കാശ് റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ 3 ആളും കൂടെ ഇടും അല്ലേ? പിന്നെ ഒരു ബിസിനസ് ആവുമ്പോൾ നീ ഇല്ലാന്ന് കരുതി അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങൾ 3 ആളും കൂടെ ഉണ്ടാക്കണ്ട. ക്ലീറ്റോടെ കാശ് ക്ലീറ്റോ ഇടും. നീ എങ്ങനെ ഇടും? ഞാൻ എങ്ങനെ ഇടുന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ കാശ് അളിയൻ്റെ കയ്യിൽ തരും. തൊലച്ചു എല്ലാം ചെന്ന് പറഞ്ഞാണല്ലേ. ഇത് പെണ്ണുങ്ങളെ അറിയരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇനി അവരുടെ വായിൽ അറിഞ്ഞ നാട് മുഴുവൻ അറിയില്ലേ? അതെ, നിങ്ങളെപ്പോലെ ആദ്യമായിട്ടല്ല ഞാനൊരു ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ് കുറേ ക്ലീറ്റോ ചെയ്തിട്ടുള്ളവനാ. ഞാൻ അവളോട് പറയേണ്ട രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വസ്തു കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വസ്തു കച്ചവടം എന്ന് പറഞ്ഞു? അത് ശരി. അപ്പൊ കനക തങ്കം കൊണ്ടുവന്ന് കാശ് തരാൻ നേരത്തെ എന്താന്ന് ചോദിക്കുമ്പോ ഈ വസ്തു കച്ചവടം എന്ന് തന്നെ പറയണം. അവനത് പറഞ്ഞോളൂ. അവൻ ചിലപ്പോൾ ഇത് പറയും, നമ്മൾ ആമ കച്ചവടം. നിർത്ത്. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിന് ഷുവർട്ടി വേണം. വേണം. പൈസ നമ്മളോട് കൊടുക്കുന്നു, സാധനം നമ്മളോട് വാങ്ങിക്കുന്നു. അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചോക്കാം ആദ്യം. അതെ, 2 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു, കയ്യോടെ ആമേനെ നമുക്ക് തരുന്നു. അത് പറ്റുമോ ചോദിക്കും. അതെ, നമുക്ക് അൻസാറിന് 100% വിശ്വസിക്കാം. ആള് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം ഇല്ല. അതല്ലേ കുഴപ്പം. അത് വിളിച്ചു അല്ല, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ആമനെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ടവൻ. വാട്സപ്പിൽ കൊണ്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് സാധനം കൈ കിട്ടണം. അൻസാറേ, ഇല്ല, ഞങ്ങളുടെ കാര്യമൊക്കെ റെഡിയാണ്. നിൻ്റെ കാര്യം എന്തായി? ഓക്കെ അല്ലേ? അപ്പോൾ അല്ല, അഡ്വാൻസ് പരിപാടിയില്ല. നമ്മൾ കാശ് തരുന്നു, സാധനം നമ്മുടെ കയ്യിൽ തരുന്നു, അങ്ങനെ നമ്മൾ ബിസിനസ് ഡീൽ ചെയ്യുന്നു. അത് മതി. ഇന്ന് ഇല്ലല്ലോ, ഉച്ചയ്ക്കൊന്നും പറ്റില്ല. രാത്രി 8 മണിക്ക് ശേഷം നീ കൊണ്ടുവന്നാൽ മതി. വീട്ടിലൊന്നും കൊണ്ട് ഇറങ്ങണ്ട. അയ്യോ, നീ റോഡിൽ വന്നിട്ട് ഒരു മിസ് കോൾ അടിക്കും. ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നോളാം. മതി. ആമയെ കൊണ്ടുവരണം. ശരി, ഓക്കെ. പിന്നെ ആമയെ കൊണ്ടുവരാതെ അവൻ നമ്മൾ കാശ് കൊടുക്കും. അത് പറയണം. നീ സാധനം കൊണ്ടുവരാൻ നമ്മൾ പൈസ കൊടുക്കും. ഇതിപ്പോ 2 മണിക്കൂർ എന്റെ വീട്ടിൽ വന്ന് കയറ്റണത്. അല്ല, ഒരു വർക്കത്തിന് കൊള്ളാല്ല. നീ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, നിനക്കതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലല്ലോ. അമ്മാവൻ പറഞ്ഞില്ലേ? അതൊന്നും ഇവിടെ എത്തിച്ച് ഇന്ന് കൊടുക്കുന്നവരെ ഞാനേ ബാങ്കിലൊന്ന് പോകണം. പൈസ എടുക്കണ്ടേ? പിന്നെ കാശുകൾ വെച്ച് താമസിപ്പിക്കരുത്. എന്റെ കാശ് വൈകുന്നേരം 5 മണിക്ക് റെഡിയാണ്. ഇപ്പൊ വേണോ? ഇവിടെ ഉണ്ട് കാശ്, ഇവിടെ ഉണ്ട്, എന്റെ ഭാര്യയുടെ കയ്യിലുണ്ട്. പിന്നെ അത് മേടിക്കാൻ അളിയെ തന്നെ ചെല്ലണം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കാമല്ലോ. ക്ലീറ്റസേ, ഞാനിവിടെ എത്തി. കണ്ടു. ഇപ്പോഴേ ഞങ്ങൾ നോക്കി നിൽക്കണമെന്നറിയാമോ? ഞാൻ നല്ല തിരക്കായിരുന്നു. അമ്മാവനെ കണ്ടിട്ടുണ്ട്. അറിയാലോ, കനകനറിയാം. കനക ഇലക്ട്രിസിറ്റി നമ്മൾ കുടുംബക്കാരാണ്. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം പെട്ടിയിലുണ്ട്. പൈസ റെഡിയാ? പൈസ വേണം. പൈസ തന്നിട്ട് ഞാൻ സാധനം തരും. എന്താണ് നമ്മൾ അതിന്റെ ഒരു അല്ല, കാര്യങ്ങള് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ ഇവർക്ക് വിശ്വാസം ആകുന്നില്ല. അടിയ ഒന്നുകൂടെ വിശ്വമായിട്ട് പറഞ്ഞു. അതായത് ഡീറ്റെയിൽസ്, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ വിവരം നമ്മളും ഈ 5 പേരല്ലാതെ വേറെ ആൾ അറിയരുത്. കേട്ടല്ലോ? ഇത് വളരെ രഹസ്യമായിട്ട് നമ്മൾ നോക്കിക്കണ്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അറിയാമല്ലോ, ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 5 ആൾ ഓർക്കും. നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ലേറ്റാക്കരുത്. സാധനം ഗോവയിൽ എത്തിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ വരായിക എല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്.
ക്ലീറ്റസേ മറ്റേ ആൻഡ്രൂസിന്റെ നമ്പർ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വാട്സാപ്പ് വാട്സാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻഡ്രൂസിനെ കോണ്ടാക്ട് ചെയ്യും. നമ്മളിത് അവിടെ എത്തിക്കണതിന് മുമ്പ് ചത്താറ്റ് പോകും. ഇതൊരു വിശ്വാസമൊക്കെ വേണം. ഇത് അങ്ങനെ ഒന്നും ചാവത്തില്ല. ഇതൊക്കെ ഭയങ്കര ആയുസുള്ള സാധനമല്ലേ. ഇത് എന്താ പാസില. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ അധികം നിന്ന് വൈകാതെ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ സാധനം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തോ സൂക്ഷിച്ചു. സാധനം എടുത്തിട്ട് ഈ പെട്ടിയിലാണോ മൂങ്ങ? ഇത് 7 സ്റ്റാർ ആമയാണ്. 7 സ്റ്റാർ ആണ്. പൈസ വേണം. പൈസ എല്ലാം ഉണ്ടല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എണ്ണുന്നുള്ളൂ. ഇനി ഞാൻ ഞാൻ ഇവന്റെ കൂടെ ചെല്ല, എന്നിട്ട് രാവിലെ യാത്രയായി വന്നാ പോരെ? അത് നല്ല. ഞാൻ അവനെ വീട്ടിൽ വിട്ടേ. രാവിലെ ശരി കണ. 2-3 മുട്ടയിട്ടേ ശ്വാസം കിട്ടണില്ലേ? അതൊക്കെ ശ്വാസമൊക്കെ കിട്ടിക്കോ. ആ കൂട്ടേക്ക് കിട്ടും. വിളിച്ചോ. എന്തെങ്കിലും ഉണ്ട് ആളെയും വിളിച്ചു. ഓക്കെ അളി. ഇത് എന്റെ വീട്ടിൽ വെക്കാം. വീട്ടിനകത്തൊന്നും കൊണ്ടുപോയി വെക്കണ്ടെന്ന്. പിന്നെ എവിടെ വെക്കും? എനിക്ക് തോന്നുന്നു എന്താണെന്നറിയാമോ, നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തുള്ള ചായ്പില്ലേ, ആ ചായ്പിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാം. പെട്ടിയിൽ വെച്ചാൽ ശരിയാവില്ല. വേണ്ട, നമുക്ക് എന്തെങ്കിലും ഇട്ട് കൗത്തി വെക്കാം. ഒരു കൂടെ എന്തെങ്കിലും മൂടി വെക്കാം. അപ്പം ശ്വാസവും കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്തിനു ജമന്തിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്? അവള് കുറെ ദിവസമായിട്ട് പോണെന്ന് പറയുന്നല്ലമ്മ. പിന്നെ മാത്രല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടാ? ഗോവയിലെ കോവളം. എന്തിന്? ഇവന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അവിടെ. അവനെ കാണാൻ വേണ്ടി പോവാ. അത് ശരി. അല്ല പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വരുന്നവരെ തങ്കത്തിന്റെ അടുത്തിരുന്നു. ക്ലീറ്റസും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അതെന്തിനാ എല്ലാരും കൂടെ പോണത്? അതായത് ഇവന്റെ കൂട്ടുകാരനെ ക്ലീറ്റസിനെ ഒന്ന് കാണണമെന്ന്. പറ്റുമെങ്കിൽ ക്ലീറ്റസിന് ഗൾഫിൽ പോകാനുള്ള ഒരു സംഭവം റെഡിയാക്കാനാ ഞങ്ങൾ പോണത്. ഓ എന്റെ ദൈവമേ, എന്തെങ്കിലും ആകട്ടെ, രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടേ. ഞങ്ങൾ ഇവിടുന്ന് പോയാ പിന്നെ ഇതൊക്കെ വേസ്റ്റ് ആവും. നല്ല കറി ഇങ്ങോട്ട് തിന്നെ. ആ, നിങ്ങൾ വലിയ സമർത്ഥന്മാരാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഇത് എന്തിറച്ചിയാണ് നിങ്ങൾക്ക് പറയാവോ? വേണ്ട, നീ പറയണ്ട. അവര് പറയുമെന്ന് അറിയട്ടെ. ഇത് ബീഫ് അല്ല, മട്ടനും അല്ല, ചിക്കനും അല്ല, താറാവും അല്ല. അല്ല 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 എന്തായാലും ഉണ്ടല്ലോ നല്ല. പണ്ട് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഉണ്ടാക്കിയ ഇറച്ചിയാണ്. നീ നല്ലപോലെ ഒന്ന് കൂട്ടി നോക്കിയാണ്ട് രുചിയാണ്. കുട്ടി മട്ടൻ. കൂട്ടി മട്ടനല്ല. എന്തോന്ന് ഇറച്ചിയാണ് നിങ്ങൾ വലിയ പറയടാ. മോള് പറഞ്ഞോട്. മോള് പറ. കുറച്ച് നാളായി ആമ ഇറച്ചി കൂട്ടിയിട്ട്. അമ്മയല്ല, ആമ. രാവിലെ നോക്കിയപ്പോ അവിടെ ഒരു ആമയെ കിടക്കുന്നു. ഞങ്ങൾ അതിനെ പിടിച്ച് തല്ലിക്കൊന്ന് കറി വെച്ച് കുറച്ച് തങ്കത്തിനും കൊടുത്തിട്ടുണ്ട്. ആരാടാ കനകൻ? കനകൻ ഞാനാണ്. നീ ഇറങ്ങിന് ആരെ? ക്ലീറ്റസ്. ക്ലീറ്റസ് കളിയാ. അങ്ങനെ വിളിയടാ. ഒന്നിക്കൊന്നേ. അപ്പൊ അഴകേശൻ ആരാടാ? അത് അമ്മാവനാണ്. വിളിയടാ അവനെ. അമ്മാവാ എന്താടാ? നീയാണ് അഴകേശൻ? നിങ്ങടെ മാറി വിളിയടാ ക്ലീറ്റസ്. എന്താ എന്റെ പേര്? ഞാൻ ക്ലീറ്റസ്. ഇതാരാ? ഇതെന്റെ ഭാര്യയാണ് സാർ. എന്താണ് സാർ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ലല്ലേ. എടോ പറയും വിളി. ഇവനെ നിങ്ങൾ അറിയോ?
അൻസാറല്ലേ സാർ? എന്നോട് ചോദിക്കണം. അൻസാർ തന്നെ സാർ, എനിക്കറിയാം. ആ ഇനി പറ എന്നാ. എവിടെ സാധനം? എന്തോന്ന് സാധനം? ആമ എവിടെ? ആമ. പറ, നിങ്ങൾ പറ. തൊണ്ടി എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? പറ. സാറേ, തൊണ്ട് വെട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴേ മാംസം എടുത്ത് കറി വെച്ചു. അയ്യോ അമ്മ നുണ പറയണ്ട, ഞങ്ങളെല്ലാ സത്യവും പറ അങ്ങോട്ട് കൊടുത്തേര്. കഴിച്ചോ? അപ്പൊ കറി വെച്ച് തിന്നു അല്ലേ? ഓ, നിങ്ങൾ തിന്നു. ആരൊക്കെ തിന്നു? ഞങ്ങൾ എല്ലാരും തിന്നു. എല്ലാവരും. നീ തിന്നില്ലടാ? എല്ലാവരും തിന്നു സാറേ. അത് പോയി നോക്കിയേ. അയ്യോ സാറേ, കറി തീർന്ന് ചട്ടി മാത്രമേ ബാക്കി. നിങ്ങൾക്കറിയാമോ, ആമ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവികളിൽപ്പെട്ടതാണ്. അതിനെ കൊന്നു തിന്നാൻ പാടില്ല. നിങ്ങൾ തിന്നില്ലേ? ക്രിമിനൽ കുറ്റമാണ്. അറിയാമോ നിങ്ങൾക്ക്? വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രാമ ഇങ്ങനെയുള്ള ജീവികളുടെ പേരും പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ നാട്ടിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണവൻ. ഇപ്പോ നിങ്ങളും അതിൽ കണ്ണികളാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ? ആമയിറച്ചി കഴിച്ച സ്ഥിതിക്ക് എല്ലാവരും വൈദ്യപരിശോധനക്ക് വിധേയമാക്കണം. കേരള വണ്ടിയിൽ സാറേ, ഒരു പ്രാവശ്യത്തേക്ക് കേരള വണ്ടിയിൽ ക്ഷമിക്കണം സാറേ, അറിയാതെ ഞങ്ങൾ. ഒരു കാര്യം ചെയ്യും, കുടുംബത്തോടെ ജയിലിൽ കിടന്ന നക്ഷത്രം എന്നാ സാർ. കേരള വണ്ടിയിൽ. Versus Alien.